31/3/26. പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഉയർന്ന പദവി നേടണമെങ്കിൽ സത്യമായ ബാബയോട് സദാ സത്യമായിരിക്കൂ. ഏതെങ്കിലും തെറ്റുണ്ടാകുന്നുവെങ്കിൽ ബാബയോട് ക്ഷമ ചോദിക്കൂ. തൻ്റെ മതമനുസരിച്ച് നടക്കാതിരിക്കൂ. ചോദ്യം: ഏത് കുട്ടികൾ ഒരിക്കലും മറഞ്ഞിരിക്കുകയില്ല? ഉത്തരം: ആർക്കാണോ ഈശ്വരീയ പരിവാരത്തോട് സ്നേഹമുള്ളത്, ആർക്കാണോ രാവും പകലും സർവീസിൻ്റെ തന്നെ ചിന്ത ഉണ്ടായിരിക്കുന്നത്, ഇങ്ങനെയുള്ള ആജ്ഞാകാരികളും വിശ്വസ്തരുമായ സർവീസബിളായ, ഒരിക്കലും മന്മത്തനുസരിച്ച് നടക്കാത്തവർ, ബാബയോട് സത്യവും ശുദ്ധവുമായ ഹൃദയമുള്ളവർ, അവരൊരിക്കലും മറഞ്ഞിരിക്കുകയില്ല. ഗീതം: നീ തന്നെ മാതാവും പിതാവും. ഓം ശാന്തി. ഗീതത്തിൽ ഗ്യാരണ്ടി ആരുടേതായിരുന്നു? മാതാപിതാവിനോട് കുട്ടികളുടെ ഗ്യാരണ്ടിയാണ്, ബാബ, നമുക്ക് താങ്കൾ ഒരാൾ മാത്രം, രണ്ടാമതായി ആരുമില്ല. എത്ര ഉയർന്ന ലക്ഷ്യമാണ്! ഇങ്ങനെയുള്ള ശ്രേഷ്ഠ ബാബയുടെ ശ്രീമത്തനുസരിച്ച് നടക്കുകയാണെങ്കിൽ തീർച്ചയായും ഉയർന്ന സമ്പത്ത് നേടും എന്നത് ഗ്യാരണ്ടിയാണ്. എന്നാൽ ബുദ്ധി പറയുന്നു, വളരെ ഉയർന്ന ലക്ഷ്യമാണ് കാണുവാൻ കഴിയുന്നത്. കോടിയിൽ ചിലർ, അതിലും ചിലർ മാത്രമാണ് മാലയിലെ മുത്താകുന്നത്. നീ മാതാവും പിതാവും എന്ന് പറയുന്നുമുണ്ട്. പക്ഷേ മായ അത്രയും കഠിനമാണ്. ആർക്കെങ്കിലും ഗ്യാരണ്ടി അനുസരിച്ച് നടക്കുവാൻ സാധിക്കുക പ്രയാസമാണ്. ഓരോരുത്തർക്കും സ്വയം തന്നോട് ചോദിക്കാം, സത്യസത്യമായി ഞാൻ മാതാപിതാവിൻ്റെതായി കഴിഞ്ഞോ? ബാബു പറയുന്നു, ഇല്ല, വളരെ കുറച്ചു പേരേ ഉള്ളൂ. അതിനാൽ നോക്കൂ, മാല എത്ര പേരുടേതാണ് തയ്യാറാകുന്നത്? കോടിയിൽ കേവലം 8 പേരുടേതാണ് വൈജയന്തി മാല ഉണ്ടാകുന്നത്. പലരും പറയുന്നതൊന്ന്, ചെയ്യുന്നത് മറ്റൊന്ന്. അതിനാൽ ബാബയും പറയുന്നു, എന്ത് അതിശയമാണ്! നോക്കൂ, ബാബ എത്ര സ്നേഹത്തോടെ മനസ്സിലാക്കിച്ചു തരുന്നു. എന്നാൽ സൽപത്രരായ കുട്ടികൾ വളരെ കുറച്ചു പേരാണ് വരുന്നത്, മാലയിലെ മണികളാകുന്നത്. കുട്ടികളിൽ ശ്രീമത്തനുസരിച്ച് നടക്കാനുള്ള അത്രയും ശക്തി ഇല്ല. അപ്പോൾ തീർച്ചയായും രാവണന്റെ മതത്തിലാണ്. അതിനാൽ ഇത്രയും പദവി നേടാൻ സാധിക്കുന്നില്ല. വളരെ വിരളം പേരാണ് മാലയിലെ മുത്താവുന്നത്. ആ കുട്ടികൾ മറഞ്ഞിരിക്കുന്നില്ല, അവർ ഹൃദയത്തിൽ കയറിയിരിക്കുന്നു. രാവും പകലും സർവീസിൻ്റെ തന്നെ ചിന്തയുണ്ടായിരിക്കുന്നു. ഈശ്വരീയ സമ്പന്നത്തോട് സ്നേഹമുണ്ടായിരിക്കുന്നു. പുറത്ത് അവരുടെ ബുദ്ധി എവിടെയും പോകുന്നില്ല. അങ്ങനെയുള്ള സ്നേഹം ദൈവിക പരിവാരത്തോട് വയ്ക്കണം. അജ്ഞാന കാലത്തിലും കുട്ടികൾക്ക് അച്ഛനോടും സഹോദരി സഹോദരന്മാർക്ക് പരസ്പരവും വളരെയധികം സ്നേഹമുണ്ടായിരിക്കും. ഇവിടെയാണെങ്കിൽ ചിലർക്കൊക്കെ ബാബയോട് അംശം പോലും യോഗമില്ല. വളരെയധികം ഗ്യാരണ്ടി ചെയ്യുന്നു, ഭക്തിമാർഗത്തിൽ പാടുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ കുട്ടികളുടെ മുന്നിലുണ്ട്. ചിന്തിക്കുന്നു, ഭക്തിമാർഗത്തിൽ എന്താണോ പാടിക്കൊണ്ടിരുന്നത്, എത്ര സ്നേഹത്തോടെയാണ് ഓർമ്മിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഓർമ്മിക്കുന്നതേയില്ല. ബാബയുടേതാകുന്നതിലൂടെ മായ ശത്രുവായി തീരുന്നു. ബുദ്ധി പുറത്തേക്ക് പോകുന്നു. മായ നല്ല രീതിയിൽ തന്നെ വീഴ്ത്തുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നുവോ അത് വീഴാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് സ്വയം മനസ്സിലാക്കുന്നില്ല. തൻ്റെ മതമനുസരിച്ച് വീടുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് അവർക്ക് അറിയാനേ കഴിയുന്നില്ല. കുറച്ചൊക്കെ കുറവുകൾ കുട്ടികളിലുണ്ടല്ലോ. പറയുന്നതൊന്ന്, ചെയ്യുന്നത് മറ്റൊന്ന്. ഇല്ലെങ്കിൽ പിന്നെ ബാബയിൽ നിന്നും എത്ര ഉയർന്ന സമ്പത്താണ് ലഭിക്കുന്നത്. സത്യതയോടെ ബാബയുടെ സ്നേഹത്തിൽ എത്ര മുഴുകേണ്ടതാണ്. എന്നാൽ മായ എത്ര ദുർഘടമാണ്. കോടിയിൽ ചിലരാണ് ബാബയെ പൂർണ്ണമായും തിരിച്ചറിയുന്നത്. ബാബ പറയുന്നു, കൽപ്പകൽപ്പങ്ങളിൽ ഇങ്ങനെ നടക്കുന്നു. പൂർണ്ണമായും വിശ്വസ്തരും ആജ്ഞാകാരിയുമല്ലാത്തത് കാരണം
ആ പാവങ്ങളുടെ പദവിയും അങ്ങനെയുള്ളതായി പോകുന്നു. ബാബ നമ്മൾ രാജയോഗം പഠിച്ച് നരനിൽ നിന്നും നാരായണനും നാരിയിൽ നിന്നും ലക്ഷ്മിയാകും എന്ന് പറയുകയും ചെയ്യുന്നു. രാമനും സീതയും ആവുകയില്ല, കൈയും ഉയർത്തുന്നു. പക്ഷേ പെരുമാറ്റവും അങ്ങനെയുള്ളത് വേണ്ടതല്ലേ? പരിധിയില്ലാത്ത ബാബ സമ്പത്ത് നൽകാൻ വന്നിരിക്കുകയാണ്. ആ ഒന്നിൻ്റെ ശ്രീമത്തിലൂടെ എത്ര നടക്കേണ്ടതാണ്? വളരെ പേരുണ്ട്, അവർ തങ്ങൾ ശ്രീമത്തനുസരിച്ച് നടക്കുകയില്ല എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. അവർ മറഞ്ഞിരിക്കുകയില്ല. ആരുടെയെങ്കിലും ഭാഗ്യത്തിലില്ല എങ്കിൽ ആദ്യം ദേഹാഭിമാനം അടിക്കുന്നു, പിന്നെയാണ് കാമം. കാമമില്ലെങ്കിൽ ക്രോധമോ ലോഭമോ ഉണ്ട്. എല്ലാം ശത്രുക്കളാണല്ലോ. മോഹവും അങ്ങനെയുള്ള വസ്തുവാണ്. അത് തീർത്തും സത്യനാശം ചെയ്യുന്നു, അതായത് സർവനാശം ചെയ്യുന്നു. ലോഭവും കുറവല്ല, വളരെ കടുത്ത ശത്രുവാണ്. ചില്ലിക്കാശിൻ്റെ വസ്തു മോഷ്ടിച്ചു കളയും. ഇതും ലോഭമാണല്ലോ. മോഷണം വളരെ മോശമായ ശീലമാണ്. ഉള്ളിൽ മനസ്സ് നീറണം, നമ്മൾ പാപം ചെയ്യുകയാണ്. അപ്പോൾ എന്ത് പദവിയായിരിക്കും നേടുക? ശിവ് ബാബയുടെ യജ്ഞത്തിൽ വന്ന് ബാബയുടെ അടുക്കൽ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യം ചെയ്യാൻ സാധിക്കുന്നത്? മായ വളരെയധികം തലതിരിഞ്ഞ കാര്യം ചെയ്യിക്കുന്നു. എത്ര തന്നെ മനസ്സിലാക്കിച്ചു കൊടുത്താലും ശീലം മാറുന്നില്ല. ഏതെങ്കിലും നാമരൂപത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. ദേഹാഭിമാനം കാരണം നാമരൂപത്തിലും വന്നു പോകുന്നു. ഓരോ സെൻറ്ററിലെ എല്ലാം ബാബയ്ക്ക് അറിയാൻ കഴിയുന്നുവല്ലോ. ബാബയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും. എത്ര സെൻറ്റേഴ്സ് ഉണ്ട്? ബാബയുടെ അടുക്കൽ എത്ര സമാചാരം വരുന്നു? ചിന്ത ഉണ്ടായിരിക്കുന്നുവല്ലോ. പിന്നെ മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരുന്നു. മായ നിസ്സാരമല്ല, വളരെയധികം ശല്യം ചെയ്യുന്നു. നല്ല നല്ല കുട്ടികളോട് പറയുന്നു, വലിയ പദവി അന്വേഷിച്ചു പോകുന്നത് വലിയ ദുഃഖം നേടലാണ്. ഇവിടെയാണെങ്കിൽ ദുഃഖത്തിൻ്റെ ഒരു കാര്യവുമില്ല. കഴിഞ്ഞ കൽപ്പത്തിലും ഇങ്ങനെ സംഭവിച്ചിരുന്നു എന്നറിയുന്നു. ഈശ്വരൻ്റെതായ ശേഷവും മായയ്ക്ക് വശപ്പെടുന്നു. ഏതെങ്കിലുമൊക്കെ വികർമ്മം ചെയ്യുന്നു. അപ്പോൾ ബാബ പറയുന്നു, പ്രതിജ്ഞയാണെങ്കിൽ ധാരാളം കുട്ടികൾ ചെയ്യുന്നു. ബാബ, നമ്മൾ അങ്ങയുടെ ശ്രീമത്തനുസരിച്ച് തീർച്ചയായും നടക്കും. പക്ഷെ നടക്കുന്നില്ല. അതിനാൽ മാല നോക്കൂ, എത്ര ചെറുതാണ് തയ്യാറാകുന്നത്. ബാക്കിയെല്ലാം പ്രജകളാണ്. എത്ര വലിയ ലക്ഷ്യമാണ്. ഇതിൽ ഹൃദയത്തിൻ്റെ വളരെ സ്വച്ഛത ആവശ്യമാണ്. സത്യമുണ്ടെങ്കിൽ നൃത്തമാടും എന്ന് ചൊല്ലുമുണ്ട്. അഥവാ ബാബയോടൊപ്പം സത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ സത്യയുഗത്തിൽ കൃഷ്ണൻ്റെ കൂടെ പോയി ഡാൻസ് ചെയ്യും. സത്യയുഗത്തിൽ കൃഷ്ണൻ്റെ ഡാൻസ് തന്നെ പ്രശസ്തമാണ്. രാസലീല രാധാകൃഷ്ണൻ്റേതാണ് കാണിക്കുന്നത്. പിന്നീട് രാമലീല കാണിക്കുന്നു. എന്നാൽ നമ്പർ 1 രാധാകൃഷ്ണൻ്റെ രാസലീലയാണ്. കാരണം ഈ സമയം അവർ ബാബയോട് വളരെയധികം സത്യതയുള്ളവരാകുന്നു. അപ്പോൾ എത്ര ഉയർന്ന പദവി നേടുന്നു. കൈ ധാരാളം പേർ ഉയർത്തുന്നു. പക്ഷെ മായ എങ്ങനെയുള്ളതാണ്? പ്രതിജ്ഞ ചെയ്യുന്നുവെങ്കിൽ അതനുസരിച്ച് നടക്കേണ്ടി വരുമല്ലോ. മായയുടെ ഭൂതങ്ങളെ ഓടിക്കണം. ദേഹാഭിമാനത്തിന് പിന്നാലെ എല്ലാ ഭൂതങ്ങളും ഒട്ടിപ്പിടിക്കുന്നു. ബാബ പറയുന്നു, ദേഹി അഭിമാനിയായി ബാബയെ ഓർമ്മിക്കൂ. അതിലും രാവിലെ ഇരുന്ന് സംസാരിക്കൂ. ബാബയുടെ മഹിമകൾ ചെയ്യൂ. ഭക്തിമാർഗത്തിൽ ഓർമ്മിക്കുന്നുണ്ട്, പക്ഷേ ആരുടെയും മഹിമയില്ല. കൃഷ്ണനെ ഓർമ്മിക്കും. വെണ്ണ കട്ടു, ഇന്നയാളെ അപഹരിച്ചു എന്നെല്ലാം മഹിമ പാടും. അകാസുരനെയും ബകാസുരനെയും കൊന്നു, ഇത് ചെയ്തു, ഇത്ര തന്നെ. മറ്റെന്താണ് പറയുന്നത്? ഇതെല്ലാം അസത്യമാണ്. സത്യത്തിൻ്റെ അംശം പോലുമില്ല. പിന്നെ എന്ത് വഴി പറഞ്ഞു തരാനാണ്? മുക്തിയെ തന്നെ അറിയുന്നില്ല. ഈ സമയം മുഴുവൻ വിശ്വത്തിലും രാവണന്റെ രാജ്യമാണ്. എല്ലാവരും ഈ സമയം പതീതമാണ്. മനുഷ്യർ ഭ്രഷ്ടാചാരി എന്നതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുന്നില്ല. സത്യയുഗത്തിൽ നിർവികാരി ദേവതമാരുണ്ടായിരുന്നു എന്നതും അറിയുന്നില്ല. പാടുന്നുമുണ്ട്, സർവഗുണ സമ്പന്നം 16 കലാസമ്പൂർണം.
പക്ഷെ പിന്നെ പറയുന്നു അവിടെയും രാവണൻ, കംസൻ, ജരാസന്ധി ഒക്കെ ഉണ്ടായിരുന്നു എന്ന്. പവിത്രമാകൂ എന്ന് പറയുമ്പോൾ പറയുന്നു ദേവതകൾക്ക് കുട്ടികളും മറ്റും ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ പാടുന്നുണ്ട് സർവഗുണ സമ്പന്നം, സമ്പൂർണ്ണ നിർവികാരി എന്ന്. പിന്നെ വികാരത്തിൻ്റെ കാര്യം എങ്ങനെ ഉണ്ടാകും? നിങ്ങളും നിർവികാരിയാകൂ. അപ്പോൾ പറയുന്നു സൃഷ്ടി എങ്ങനെ വർദ്ധിക്കും? കുട്ടികൾ എങ്ങനെ ജനിക്കും? ക്ഷേത്രങ്ങളിൽ പോയി മഹിമ പാടുന്നു, വീട്ടിൽ വരുമ്പോൾ ആ മഹിമയും മറന്നു പോകുന്നു. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. വീട്ടിൽ പോയി മനസ്സിലാക്കിച്ചു കൊടുത്താൽ അംഗീകരിക്കില്ല. അവിടെയുള്ള കാര്യം അവിടെ തന്നെയാണ്. പവിത്രമാകുന്നതിനായി പറയുകയാണെങ്കിൽ പറയും, ആഹാ, ഇതില്ലാതെ ലോകം എങ്ങനെ നടക്കും? വൈസ്ലെസ് ലോകം, നിർവികാരി ലോകം എങ്ങനെയാണ് നടക്കുന്നതെന്ന് അവർക്ക് അറിയുകയില്ല. കുട്ടികൾ ഗീതവും കേട്ടു. നിന്റെ മതമനുസരിച്ച് നടക്കും എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. കാരണം ശ്രീമത് അനുസരിച്ച് നടക്കുന്നതിലൂടെ മംഗളമുണ്ട്. ബാബ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ശ്രീമത് അനുസരിച്ച് നടക്കൂ, ഇല്ലെങ്കിൽ അവസാനം മൃത്യു വന്നു ചേരും. പിന്നെ ട്രിബ്യൂണലിൽ എല്ലാം പറയേണ്ടി വരും. നിങ്ങൾ തന്നെയാണ് ഈ പാപം ചെയ്തത്. തൻ്റെ മതമനുസരിച്ച് നടന്നു. പിന്നെ കൽപ്പകൽപ്പത്തേക്ക് അടയാളം വീഴും. ഒരു തവണ ഫീലായാൽ പിന്നെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വർഷത്തിൽ പഠിക്കും എന്നല്ല. അങ്ങനെയല്ല. ഇപ്പോൾ പാസ്സായില്ല എങ്കിൽ കൽപ്പകൽപ്പത്തേക്ക് അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനാൽ വളരെയധികം പുരുഷാർത്ഥം ചെയ്യണം. ഓരോ ചുവടും ശ്രീമത് അനുസരിച്ച് നടക്കൂ. ഉള്ളിൽ യാതൊരു മാലിന്യവും ഉണ്ടായിരിക്കരുത്. ഹൃദയത്തെ ശുദ്ധമാക്കണം. നാരദനോടും പറഞ്ഞിരുന്നു, തൻ്റെ മുഖം കണ്ണാടിയിൽ നോക്കൂ. നോക്കിയപ്പോൾ കുരങ്ങനെ പോലെയാണ്. ഇതൊരു ഉദാഹരണമാണ്. സ്വയം ചോദിക്കണം, നമ്മൾ എത്രത്തോളം ശ്രീമത് അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു? ബുദ്ധിയോഗം പുറത്തെവിടെയും അലയുന്നില്ലല്ലോ. ദേഹാഭിമാനം ഇല്ലല്ലോ. ദേഹിയാഭിമാനിയാണെങ്കിൽ സർവീസിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. മുഴുവൻ ആധാരവും യോഗത്തിന്മേലാണ്. ഭാരതത്തിൻ്റെ യോഗം പ്രശസ്തമാണ്. അത് നിരാകാരനായ ബാബ തന്നെയാണ് നിരാകാര കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നത്. ഇതിനെ സഹജ രാജയോഗം എന്ന് പറയുന്നു. നിരാകാരനായ ബാബ സഹജ രാജയോഗം പഠിപ്പിച്ചതായി എഴുതിയിട്ടുമുണ്ട്. കേവലം കൃഷ്ണന്റെ നാമം വെച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നമുക്ക് ഇങ്ങനെ ലക്ഷ്മി നാരായണൻ ആകേണ്ടതുണ്ട്. പുണ്യ ആത്മാവാകണം. പാപത്തിൻ്റെ ഒരു കാര്യവുമില്ല. ബാബയുടെ ഓർമ്മയിൽ തന്നെ ഇരുന്ന് ആ ഒന്നിൻ്റെ സർവീസിലിരിക്കണം. ഇത്രയും ഉയർന്ന പദവി നേടണമെങ്കിൽ ഒരല്പം പ്രയത്നിക്കുമല്ലോ. സന്യാസി മറ്റും പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ട് കമലപുഷ്പ സമാനമായിരിക്കുക സാധ്യമല്ല എന്ന്. സമ്പൂർണമാകുന്നതിൽ വളരെ പേർ ഫെയിലായി പോകുന്നു. കാരണം ഓർമ്മിക്കുവാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ പ്രാചീന യോഗം ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, യോഗമാണെങ്കിൽ ഞാൻ സ്വയം തന്നെ വന്ന് പഠിപ്പിക്കുന്നു. ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ. നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ വരേണ്ടതുണ്ട്. ഇതാണ് ഓർമ്മയുടെ യാത്ര. നിങ്ങളുടെ സ്വീറ്റ് സൈലൻസ് ഹോം അതാണ്. നമ്മൾ ഭാരതവാസികൾ തന്നെ ഭാരതത്തിൽ വരും, പൂർണ്ണ സമ്പത്ത് നേടും എന്നതും അറിയുന്നുണ്ട്. ബാബ വീണ്ടും വീണ്ടും മനസ്സിലാക്കിച്ചു തരുന്നു. പൂർണ്ണമായും പ്രതിജ്ഞയിലിരിക്കൂ. തെറ്റുണ്ടാകുന്നുവെങ്കിൽ ബാബയോട് ക്ഷമ ചോദിക്കണം. നോക്കൂ, ഈ കുട്ടി ക്ഷമ ചോദിക്കുന്നതിന് വേണ്ടി വിശേഷിച്ച് ബാബയുടെ അടുക്കൽ ഒരു ദിവസത്തിലേക്ക് വേണ്ടി വന്നിരിക്കുന്നു. അല്പം തെറ്റുണ്ടായി, അപ്പോൾ ഓടിപ്പോയി. കാരണം മനസ്സ് നീറുന്നു. അപ്പോൾ നേരിട്ട് പോയി ബാബയെ കേൾപ്പിക്കട്ടെ എന്ന് മനസ്സിലാക്കി. ബാബയോട് എത്ര റിഗാർഡുണ്ട്. വളരെയധികം കുട്ടികളുണ്ട് ഇതിനേക്കാൾ കൂടുതൽ വികർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. അറിയാൻ പോലും കഴിയുന്നില്ല. ഞാൻ പറയുന്നു, ആഹാ കുട്ടി, വളരെ നല്ലത്. ഒരല്പം തെറ്റ് ചെയ്തു ക്ഷമ ചോദിക്കുവാൻ വന്നിരിക്കുന്നു. ബാബ എല്ലായ്പ്പോഴും പറയുന്നു, തെറ്റ് കേൾപ്പിച്ച് ക്ഷമ ചോദിക്കൂ. ഇല്ലെങ്കിൽ ആ പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കും, പിന്നെ വീണു പോകും. മുഖ്യമായി
യോഗത്തിലൂടെ തന്നെയാണ് രക്ഷിക്കുവാൻ സാധിക്കുന്നത്. ആ യോഗത്തിൻ്റെ വളരെയധികം കുറവുണ്ട്. ജ്ഞാനമാണെങ്കിൽ വളരെ സഹജമാണ്. ഇത് ഒരു കഥ പോലെയാണ്. ഇന്നേക്ക് 5000 വർഷം മുമ്പ് ആരുടെ രാജ്യമായിരുന്നു? എങ്ങനെ രാജ്യം ഭരിച്ചു? എത്ര സമയം ഭരിച്ചു? പിന്നെ രാജ്യം ഭരിച്ച് എങ്ങനെയാണ് വികാരങ്ങളിൽ കുടുങ്ങിയത്? ആരും ആക്രമിച്ചില്ല. ആക്രമണം പിന്നീട് വൈശ്യനായപ്പോഴാണ് ഉണ്ടായത്. അവരിൽ നിന്നും രാവണൻ രാജ്യം തട്ടിയെടുത്തു. നിങ്ങൾ പിന്നെ രാവണന്റെ മേൽ ജയം നേടി രാജ്യം നേടുന്നു. ഇതും ആരുടെയെങ്കിലും ബുദ്ധിയിൽ ഇരിക്കുക പ്രയാസമാണ്. നിങ്ങൾ ബാബയോട് പൂർണ്ണമായും വിശ്വസ്തരും ആജ്ഞാകാരിയുമായി ഇരിക്കണം. അജ്ഞാനകാലത്തിലും ചിലർ വിശ്വസ്തരും ആജ്ഞാകാരികളുമാണ്. ചില വേലക്കാരും വലിയ വിശ്വസ്തരായിരിക്കും. ലക്ഷക്കണക്കിന് രൂപ കിടന്നാലും ഒന്നുപോലും ഒരിക്കലും എടുക്കുകയില്ല. പറയുന്നു, സേഠ്ജി, അങ്ങ് താക്കോൽ ഉപേക്ഷിച്ച് പോയിരിക്കുകയായിരുന്നു, ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവരുമുണ്ട്. ബാബ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. വിവേകം പറയുന്നു, ഈ കാരണത്താൽ മാലയിലെ മുത്താകുന്നില്ല. പിന്നെ അവിടെ പോയി ദാസദാസിമാരാകും. പഠിക്കാത്തത് കാരണം തീർച്ചയായും ഈ അവസ്ഥ വന്നിട്ടുണ്ടാകും. ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങളുടെ ലക്ഷ്യം മുഴുവൻ യോഗത്തിൻ്റെതാണ്. മായ പൂർണ്ണമായും മൂക്കിനെ പിടിച്ച് യോഗം ചെയ്യാൻ അനുവദിക്കുന്നില്ല. യോഗമുണ്ടായിരുന്നുവെങ്കിൽ സർവീസ് വളരെ നന്നായി ചെയ്തേനെ. പാപങ്ങളുടെ ഭയമുണ്ടായിരിക്കണം. എങ്ങനെയാണോ ഈ കുട്ടി വളരെ നല്ലതാണ്. സത്യത ഉണ്ടെങ്കിൽ അതിങ്ങനെയായിരിക്കണം. നല്ല നല്ല കുട്ടികളേക്കാൾ ഇയാളുടെ പദവി നല്ലതാണ്. പിന്നെ ആരാണോ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ എവിടെയും കുടുങ്ങിയിരിക്കുന്നില്ല. ഒന്നും പറയുന്നില്ല, പറഞ്ഞാൽ ഉപേക്ഷിക്കുന്നതുമില്ല. ഗീതത്തിൽ നോക്കൂ, പ്രതിജ്ഞ ചെയ്യുന്നു, എന്തു തന്നെ സംഭവിച്ചാലും ഒരിക്കലും ഇങ്ങനെയുള്ള തെറ്റ് ചെയ്യുകയില്ല എന്ന്. മുഖ്യമായ കാര്യം ദേഹാഭിമാനത്തിൻ്റെതാണ്. ദേഹാഭിമാനത്തിലൂടെയാണ് തെറ്റുകൾ ഉണ്ടാകുന്നത്. വളരെ പേർ തെറ്റുകൾ ചെയ്യുന്നു. അതിനാൽ ജാഗ്രതയും നൽകപ്പെടുന്നു. ബാബയുടെ കാര്യം മനസ്സിലാക്കിക്കുക എന്നതാണ്. മനസ്സിലാക്കിച്ചു കൊടുത്തില്ല എങ്കിൽ പറയും, നമുക്ക് ആരും മനസ്സിലാക്കിച്ചു തന്നില്ല. ഇതിനെക്കുറിച്ച് ഒരു കഥയുമുണ്ട്. ബാബയും പറയുന്നു, കുട്ടികളെ ജാഗ്രതയോടെ ഇരിക്കൂ, ഇല്ലെങ്കിൽ വളരെയധികം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. പിന്നീട് നമുക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കിച്ചു തന്നില്ല എന്ന് പറയരുത്. ബാബ സ്പഷ്ടമായി മനസ്സിലാക്കിക്കുന്നു. അല്പമെങ്കിലും പാപം ചെയ്താൽ വളരെയധികം വർധന ഉണ്ടാകുന്നു. പിന്നെ ബാബയുടെ മുന്നിൽ ശിരസ് ഉയർത്തുവാൻ പോലും സാധിക്കില്ല. അസത്യം പറയുന്നതിനെ മാപ്പ് മാപ്പ് എന്നാണ് പറയേണ്ടത്. ശിവബാബ നമ്മളെ കാണുന്നില്ല എന്നൊന്നും വിചാരിക്കരുത്. അജ്ഞാന കാലത്തിൽ പോലും ആ ഒന്ന് എല്ലാം അറിയുന്നുണ്ട്. അതിനാലാണ് പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും പ്രതിഫലം നൽകുന്നത്. സ്പഷ്ടമായി പറയുന്നു, നിങ്ങൾ പാപം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളത് വളരെ വലിയ കടുത്ത ശിക്ഷകളാണ്. ബാബയിൽ നിന്നും സമ്പത്ത് നേടുവാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനു പകരം 2 കാതുകളും മുറിക്കുകയല്ലല്ലോ വേണ്ടത്. പറയുന്നതൊന്ന്, ഓർമ്മിക്കുന്നത് മറ്റൊരാളെ. ബാബയെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ പറയൂ, അവരുടെ ഗതി എന്താകും? സത്യമായത് കഴിക്കണം, സത്യം പറയണം, സത്യമായത് ധരിക്കണം. ഇതും ഇപ്പോഴുള്ള കാര്യമാണ്. ബാബ വന്ന് പഠിപ്പിക്കുമ്പോൾ ആ ഒന്നിനോട് ഓരോ കാര്യത്തിലും സത്യത ഉള്ളവരായിരിക്കേണ്ടതാണ്. ശരി, ഇങ്ങനെയുള്ള സത്യമായ വിശ്വസ്തരും ആജ്ഞാകാരികളുമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സത്യതയോടെ ബാബയുടെ സർവീസിൽ മുഴുകണം. പൂർണ്ണമായും വിശ്വസ്തരും ആജ്ഞാകാരിയുമാകണം. ഈശ്വരീയ പരിവാരത്തോട് സത്യമായ സ്നേഹം വയ്ക്കണം.
ശ്രീമത്തിൽ മന്മത്തും രാവണന്റെ മതവും മിക്സ് ചെയ്യരുത്. ഒരു ബാബ രണ്ടാമതാരുമില്ല എന്ന ഗ്യാരണ്ടിയിൽ ഉറച്ചിരിക്കണം. ഹൃദയത്തെ ശുദ്ധവും പവിത്രവുമാക്കി മാറ്റണം. വരദാനം. ആത്മീയതയുടെ സുഗന്ധത്തിൻ്റെ ആധാരത്തിൽ സർവർക്കും പരമാത്മാ സന്ദേശം നൽകുന്ന വിശ്വമംഗളകാരിയായി ഭവിക്കട്ടെ. ആത്മീയതയുടെ സർവശക്തികളും സ്വയം തന്നിൽ ധാരണ ചെയ്യൂ. അപ്പോൾ ആത്മീയതയുടെ സുഗന്ധം സഹജമായി തന്നെ അനേകം ആത്മാക്കളെ തൻ്റെ നേർക്ക് ആകർഷിക്കും. ഏതുപോലെ മനസ്സാശക്തിയിലൂടെ പ്രകൃതിയെ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനം ആക്കുന്നുവോ, അതേപോലെ താങ്കളുടെ മുന്നിൽ വരാൻ സാധിക്കാത്ത അന്യ വിശ്വത്തിലെ ആത്മാക്കൾക്ക് ദൂരെ നിന്ന് തന്നെ താങ്കൾക്ക് ആത്മീയതയുടെ ശക്തിയിലൂടെ ബാബയുടെ പരിചയം അഥവാ മുഖ്യ സന്ദേശം നൽകുവാൻ സാധിക്കും. ഈ സൂക്ഷ്മ മെഷീനറി എപ്പോഴാണോ തീവ്രമാക്കുന്നത്, അപ്പോൾ അനേകം പിടയുന്ന ആത്മാക്കൾക്ക് അഞ്ജലി ലഭിക്കും. താങ്കൾ വിശ്വമംഗളകാരി എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. സ്ലോഗൻ: തൻ്റെ പക്കൽ ശുദ്ധവും ശ്രേഷ്ഠവുമായ സങ്കല്പത്തെ എമർജാക്കി വയ്ക്കൂ. അപ്പോൾ വ്യർത്ഥം സ്വതവേ മർജാകും. അവ്യക്ത സൂചന: നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷൻ ശക്തമാക്കി സദാ നിർഭയവും നിശ്ചിന്തവുമായിരിക്കൂ. ഏത് സമയത്ത് ഏത് പരിസ്ഥിതി വന്നാലും ബാബയെ കൂട്ടുകാരനാക്കൂ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ വിശേഷ ശക്തിയുണ്ട് എന്ന് അനുഭവപ്പെടും. എവിടെ ബാബയുണ്ടോ അവിടെ എത്ര തന്നെ കൊടുങ്കാറ്റുണ്ടായാലും അത് സമ്മാനമായി മാറും. നിശ്ചയബുദ്ധി വിജയന്തി എന്ന ടൈറ്റിലിൻ്റെ സ്മൃതിയിലൂടെ വിജയിയാകൂ. വിജയി വർഷം ആഘോഷിക്കൂ. ഓം ശാന്തി. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റിലാക്സ്ഡ് ആയിരുന്ന് എൻ്റെ മനസ്സിനെ അന്തർമുഖമാക്കുമ്പോൾ മനസ്സിലെ സങ്കല്പങ്ങളുടെ ഗതി സാവധാനത്തിലാകുന്നു. സൈലൻസിൻ്റെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സൈലൻസിൻ്റെ അവസ്ഥയിൽ ഞാൻ സ്വയം ശക്തി സ്വരൂപമായി അനുഭവിക്കുന്നു. ശക്തി സ്വരൂപ ആത്മാവായ എന്നിൽ നിന്നും ശക്തിയുടെ തരംഗങ്ങൾ നാലു ഭാഗത്തും പ്രസരിക്കുന്നു. ശക്തിയുടെ ഈ തരംഗങ്ങൾ എൻ്റെ ശരീരത്തിലേക്കും വ്യാപിക്കുകയാണ്. ആത്മസ്ഥിതിയിലിരുന്നു കൊണ്ട് ഇപ്പോൾ ഞാൻ സർവശക്തിവാനായ ബാബയുടെ സമീപത്ത് എത്തിച്ചേരുകയാണ്. സർവശക്തിവാനിൽ മനസ്സ് ഏകാഗ്രമാക്കുമ്പോൾ ബാബയുടെ
സമസ്ത ശക്തികളും വരദാനങ്ങളും എന്നിൽ നിറയുന്നു. ശക്തി സമ്പന്ന സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. നിർഭയത്വത്തിൻ്റെ ശക്തിയും സമസ്യകളെ ഇല്ലാതാക്കുവാനുള്ള ശക്തിയും വിഘ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയും സഹനശക്തിയും എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിലൂടെ ഞാൻ ശക്തിയുടെ അവതാരമായി മാറുന്നു. ശിവശക്തി സ്വരൂപമായി ഈ ഈശ്വരീയ ശക്തികളെ ഞാൻ സമസ്ത വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുകയാണ്. ഈ ഈശ്വരീയ ശക്തി പ്രകൃതിയിലെ തത്വങ്ങളെയും പ്രഭാവിതമാക്കുന്നു. അവയെയും ശാന്തമാക്കുന്നു. ഈ ശക്തികൾ അന്യ ആത്മാക്കളിലും നിറഞ്ഞ് അവരും ശക്തിശാലിയായി മാറുന്നു.